Dear students, welcome to mathematics class. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് y equal to 1 by ax plus b ആണെങ്കിൽ y equal to 1 by ax plus b ആണെങ്കിൽ ഇതിൻ്റെ nth ഡെറിവേറ്റീവ് yn is equal to minus 1 raised to n factorial a raised to n by ax plus b whole raised to n plus 1. ഇതാണ് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസാണ് ഞാൻ a equal to 1 ഉം b equal to 0 കൊടുത്താൽ y equal to എന്ത് വരും 1 by x വരും. y equal to 1 by x വരും. അങ്ങനെയാണ് yn എന്താ വരിക, ഇതിൽ എക്ക് 1 ഉം ബിക്ക് 0 കൊടുക്കുക. അപ്പോൾ എന്താ വരിക, മൈനസ് 1 raised to n n factorial a raised to n, a is 1 raised to n by x plus b, it is x raised to n plus 1, it is minus 1 raised to n n factorial by x raised to n plus 1. This is the nth derivative yn. Minus 1 raised to n factorial by x raised to n plus 1 ആണ് വരിക. നോക്ക്, നമ്മളെ y equal to 1 by x ൻ്റെ ഫിഫ്ത്ത് ഡെറിവേറ്റീവ് എന്താ നോക്കുക. ഫിഫ്ത്ത് ഡെറിവേറ്റീവ് ആ ഇക്വേഷനിൽ ശരിയാവുണ്ടോ നോക്കുക. അതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഒന്നുകൂടി വെറുതെ ഒന്ന് വെരിഫൈ ചെയ്തുന്നുള്ളൂ. y equal to 1 by x ആണെങ്കിൽ y1 എന്താ മൈനസ് 1 by x സ്ക്വയർ, y2 എന്താ മൈനസ് 1 by x സ്ക്വയർ ഡെറിവേറ്റീവ് വരിക 2 by x ക്യൂബ്, y3 എന്താ y3 വരിക മൈനസ് 4 by x raised to 6 into 3x സ്ക്വയർ minus 2 by x raised to 6 into 3x square minus 6 by x raised to 4 ആ വരിക. ഇനി y3 ഇതിലൊന്ന് കൊടുത്തു നോക്കുക. y3 നമ്മളെ ഇക്വേഷനിലൊന്ന് കൊടുത്തു നോക്കുക. ഇക്വേഷനിൽ y3 കൊടുത്താൽ എന്താ വരിക, ഇതിലേക്ക് y3 കൊടുത്താൽ മൈനസ് 1 ക്യൂബ് 3 ഫാക്ടോറിയൽ ബൈ x raised to 3 plus 1. ഇറ്റ് ഈസ് മൈനസ് 1 ക്യൂബ് പറഞ്ഞാൽ മൈനസ് 1 ആണ്. മൈനസ് 1 into 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ മൈനസ് 6 ബൈ x raised to 4. ശരിയല്ലേ, മൈനസ് 6 ബൈ x raised to 4 രണ്ട് വിധത്തിൽ ചെയ്യുമ്പോഴും ശരിയാവുന്നുണ്ട്. സോ 1 by എക്സിൻ്റെ വെറും 1 by എക്സിൻ്റെ nth ഡെറിവേറ്റീവ് എന്താ മൈനസ് 1 raised to n ഫാക്ടോറിയൽ ബൈ x raised to n plus 1. ഇനി വെറും x raised to n ൻ്റെ nth ഡെറിവേറ്റീവ് ആണെങ്കിലോ x raised to n ൻ്റെ nth ഡെറിവേറ്റീവ് എന്ത്, x raised to n ൻ്റെ nth ഡെറിവേറ്റീവ് എന്താ yn. അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി, എ എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു എൻ തന്നെയാണ് ഈ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞത്. അത് 1x പ്ലസ് 0 റേസ് ടു എൻ ആണ് y ഈക്വൽ ടു 1x പ്ലസ് 0 റേസ് ടു എൻ. ഇതാണ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എ 1 ഉം ബി 0 ആണ് എക്സ് പ്ലസ് ബിയിലെ. അപ്പോൾ yn എന്താ വരിക, n ഫാക്ടോറിയൽ എ റേസ് ടു എൻ എന്നാ വരിക. നമ്മൾ നേരത്തെ കണ്ടില്ലേ, m ഫാക്ടോറിയൽ എ റേസ് ടു m ഫാക്ടോറിയൽ എ റേസ് ടു m ആണ് ym വരിക. അപ്പോൾ എമ്മിന് ഇവിടെ n ആണ്, n ഫാക്ടോറിയൽ എ റേസ് ടു n factorial a is 1 raised to n, so it is n factorial. So x raised to n ന്റെ n factorial, x raised to 10 ന്റെ 10th derivative എന്താ 10 factorial. What is 10 factorial? 10 factorial is approximately for 36 lakh. 10 factorial is approximately 36 lakh. 11 factorial is 4 crore. 11 factorial is approximately 4 crore. 3 crore 99 lakh something. 3 കോടി 99 ലക്ഷത്തി സംതിങ് ആണ് എന്ത് 11 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ ഇപ്പോൾ 1 × 2 × 3 6, 1 × 2 × 3 × 4 24, 1 × 2 × 3 × 4 × 5 120. അങ്ങനെ ആലോചിക്കുമ്പോൾ 5 ഫാക്ടോറിയൽ 120 ആയിട്ടുള്ളൂ. 6 ഫാക്ടോറിയൽ ആകുമ്പോൾ 720 വരും. 6 ഫാക്ടോറിയൽ 720. 7 ഫാക്ടോറിയൽ വരുമ്പോൾ 7 × 720 5040 വരും. അപ്പോഴൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല 11 ഫാക്ടോറിയൽ അവിടെ എത്തുന്നു. പക്ഷേ 8 ഫാക്ടോറിയൽ ആകുമ്പോൾ 40,000 ആവും, 9 ഫാക്ടോറിയൽ ആകുമ്പോൾ 3,60,000 ആവും, 10 ഫാക്ടോറിയൽ ആകുമ്പോൾ 36 ലക്ഷം ആവും, 11 ഫാക്ടോറിയൽ ആകുമ്പോൾ 11 × 36 ലക്ഷം, 36 ലക്ഷം × 11 3 കോടി 60 ലക്ഷം 36, 3 കോടി 96 ലക്ഷം. പിന്നെ റൗണ്ട് ചെയ്ത കുറച്ച് സാധനം ഉണ്ടാകുമ്പോൾ 3 കോടി 99 ലക്ഷം വരും. അപ്പോൾ ഒരു പെർമ്യൂട്ടേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. n ആളുകളെ ഒരു ബെഞ്ചിൻ്റെ മുകളിൽ 3 ആളുകളെ അല്ലെങ്കിൽ 3 ചെയറും ഉണ്ട്, 3 ആളുകളും ഉണ്ടെങ്കിൽ അവരെ എത്ര വിധത്തിൽ ഇരുത്താൻ പറ്റും? 3 ഫാക്ടോറിയൽ വൈസിൽ ഇരുത്താം, 6 വിധത്തിൽ ഇരുത്താം. 4 ആളുകളും 4 ചെയറും ഉണ്ടെങ്കിൽ എത്ര വിധത്തിൽ ഇരുത്താം? 4 ഫാക്ടോറിയൽ 24 വിധത്തിൽ ഇരുത്താം. അങ്ങനെയാണ് 11 ആളും 11 ചെയറും ഉണ്ടെങ്കിൽ അതിൽ എത്ര വിധത്തിൽ അവരെ ഇരുത്താം? 4 കോടി വിധത്തിൽ ഇരുത്താം. ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അല്ലെങ്കിൽ ക്രിക്കറ്റ് ടീമിലെ കളിക്കാരെ ഗ്രൗണ്ടിലേക്ക് ബാറ്റ്സ്മാൻമാരെ എത്ര വിധത്തിൽ ബാറ്റ്സ്മാൻമാരെ ഷഫിൾ ചെയ്തിട്ട് ഇറക്കാൻ പറ്റും? അപ്രോക്സിമേറ്റ്ലി 4 കോടി വിധത്തിൽ അവരെ ഇറക്കാൻ പറ്റും. ഒരു ഫുട്ബോൾ ടീമിലെ കളിക്കാരെ പല വിധത്തിൽ എങ്ങനെയൊക്കെ നിർത്താൻ പറ്റും? ഏകദേശം 4 കോടി വിധത്തിൽ നിർത്താൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഇതിനിടക്ക്. ഇനി നമുക്ക് y equal to 1 by ax plus b ആണ് പറഞ്ഞത്. ഇനി നമുക്ക് വേറൊരു സാധനം, മൂന്നാമത്തെ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ. ഇപ്പോൾ എത്ര സ്റ്റാൻഡേർഡ് ഫംഗ്ഷനായി y equal to ax plus b? ഒന്നാമത്തത് y equal to ax plus b whole raised to m
രണ്ടാമത്തേതാണ് y ഈക്വൽ ടു 1/ax പ്ലസ് ബി. മൂന്നാമത്തെ സാധനമാണ് y ഈക്വൽ ടു log ax പ്ലസ് ബി. log ax പ്ലസ് ബിയുടെ nth ഡെറിവേറ്റീവ് എന്താ നോക്കുക. ഇത് വളരെ ഈസിയാണ് ചെയ്യാൻ. ഇതും തമ്മിൽ ബന്ധമുണ്ട്. നമ്മൾ ഇതിനെങ്ങനെ കണ്ടത്, ഇതെങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ നിന്നാണ് കണ്ടത്. എമ്മിന് -1 കൊടുത്തപ്പോൾ എന്തായി, രണ്ടാമത്തെ കിട്ടി. രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിൽ ബന്ധമുണ്ട്. കാരണം മൂന്നാമത്തതിൻ്റെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഏകദേശം ഇത് കിട്ടും. ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് ദിസ് കിട്ടും. കാരണം എന്താ, y1 ചെയ്താൽ എന്താ കിട്ടുക, 1/ax പ്ലസ് ബി ഇൻറ്റു എ എന്നാ കിട്ടുക. 1/ax പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് ബിൻ്റെ ഡെറിവേറ്റീവ് എ എന്നാ വരിക. അങ്ങനെയാണെങ്കിൽ y കാണാൻ y1 എന്ത് ചെയ്താൽ മതി, d⁻n−1/dx⁻n−1 ഓഫ് y1 ആണ്. y1നെ n-1 ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തതിനു ശേഷം പിന്നെ 9 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്തായി, 10 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തായി. n ടൈംസ് ചെയ്യാൻ n-1 ടൈംസ് 1നെ ചെയ്താൽ മതി. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ n-1 ടൈംസ് ചെയ്താൽ nth ഡെറിവേറ്റീവ് ആയി, വിച്ച് ഇസ് ഈക്വൽ ടു n-1th ഡെറിവേറ്റീവ് ഓഫ് ആര്, നമ്മുടെ y1 എന്ന് പറഞ്ഞാൽ എന്താ, a/ax പ്ലസ് ബി, വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് പുറത്തെടുക്കുക. എനെ പുറത്തെടുത്താൽ 1/ax പ്ലസ് ബിയുടെ nth ഡെറിവേറ്റീവ്, 1/ax പ്ലസ് ബിയുടെ n-1th ഡെറിവേറ്റീവ്. 1/ax പ്ലസ് ബിയുടെ nth ഡെറിവേറ്റീവ് എന്താ, 1/ax പ്ലസ് ബിയുടെ nth ഡെറിവേറ്റീവ് വരുന്നത് -1 n ഫാക്ടോറിയൽ a/n/ax പ്ലസ് ബി n+1 എന്നാ. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a ഇൻറ്റു 1/ax പ്ലസ് ബിയുടെ nth ഡെറിവേറ്റീവ്, n-1th ഡെറിവേറ്റീവ് എന്താ വരിക, nth ഡെറിവേറ്റീവ് ആണ് ഇത്. അപ്പോൾ n-1th ഡെറിവേറ്റീവ് എന്താ വരിക, n-1th ഡെറിവേറ്റീവ് ഇവിടുത്തെ n-ന് പകരം n-1 എടുത്താൽ മതി. ഇത് nth ഡെറിവേറ്റീവ് ആണ്, നമുക്ക് വേണ്ട n-1th ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ n-ന്റെ സ്ഥാനത്തൊക്കെ n-1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും, -1 n-1 ഫാക്ടോറിയൽ a/n-1 ഡിവൈഡഡ് ബൈ ax പ്ലസ് ബി n-1 പ്ലസ് 1, which is equal to aയും a/n-1 കൂടി a/n ആവും. -1 ഫാക്ടോറിയൽ a/n a/n-1 കൂടി a/n ആവും, ഡിവൈഡഡ് ബൈ ax പ്ലസ് ബി n-1 പ്ലസ് 1 ഈസ് n. സോ ദിസ് ഈസ് yn. സോ y ഈക്വൽ ടു log ax പ്ലസ് ബി ആണെങ്കിൽ yn ഈസ് -1 ഫാക്ടോറിയൽ a/n ഡിവൈഡഡ് ബൈ ax പ്ലസ് ബി n. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടപ്പോൾ a ഇൻറ്റു 1/ax പ്ലസ് ബി ആയി. എനെ നമുക്ക് പുറത്തെടുക്കുക. എന്നിട്ട് 1/ax പ്ലസ് ബിയുടെ n-1th ഡെറിവേറ്റീവ്, 1/ax പ്ലസ് ബിയുടെ nth ഡെറിവേറ്റീവ് ഇതാണെങ്കിൽ n-1th ഡെറിവേറ്റീവ് കിട്ടാൻ റീപ്ലേസ് n/n-1. സോ വി ഗെറ്റ് ദ റിസൾട്ട്, റിക്വയർഡ് റിസൾട്ട്. ഓക്കെ, സോ അതും കിട്ടി. ഇനി നമുക്ക് nth ഡെറിവേറ്റീവ് ഓഫ് a/mx ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഫോർത്ത് വൺ ഈസ് y equal to a/mx yn. Clearly y1 is a/mx into a/x-ന്റെ ഡെറിവേറ്റീവ് എന്താ, a/x-ന്റെ ഡെറിവേറ്റീവ് a/x into log a ആണ്. അപ്പോൾ a/mx-ന്റെ ഡെറിവേറ്റീവ് a/mx into log a ഇൻറ്റു mx-ന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു എമ്മും വരും. സോ ഇറ്റ് ഈസ് ma ഇൻറ്റു m log a ഇൻറ്റു a/mx ആണ് y1. y2 വരിക m log a ഇൻറ്റു a/mx-ന്റെ ഡെറിവേറ്റീവ് വീണ്ടും a/mx ഇൻറ്റു m log a വരും. ദിസ് ഈസ് m log a ഹോൾ സ്ക്വയർ ഇൻറ്റു a/mx. എന്താ കാരണം, y1 എന്ത് വന്നു, a/mx ഇൻറ്റു log എയും ഉണ്ട്, mx-ന്റെ ഡെറിവേറ്റീവ് എമ്മും ഉണ്ട്. അപ്പോൾ m log a ഇൻറ്റു a/mx വന്നു y1. y2 ചെയ്യാൻ m log a ഞാൻ ആ കോൺസ്റ്റൻറ്റിനെ ഞാൻ അതേപോലെ ഇവിടെ എഴുതി, m log a കോൺസ്റ്റൻറ്റ് അങ്ങനെ എഴുതി. a/mx-ന്റെ ഡെറിവേറ്റീവ് എന്താ, വീണ്ടും a/mx ഇൻറ്റു m log a. അപ്പോൾ m log a ഇൻറ്റു m log a ഹോൾ സ്ക്വയർ ഇൻറ്റു a/mx y2. സിമിലർലി നിങ്ങൾ y3 കണ്ടാൽ കിട്ടും m log a ഹോൾ ക്യൂബ് ഇൻറ്റു a/mx. ഇൻ ജനറൽ yn is equal to a/mx into m log a whole raised to n into a/mx. This is yn. m log a whole raised to n into a/mx എന്നാണ്. ഓക്കെ, ഇത് വരിക yn. അങ്ങനെയാണെങ്കിൽ ഇനി അഞ്ചാമത്തെ ഫംഗ്ഷൻ ഞാൻ എടുക്കുന്നു. ഇതിൻ്റെ ഒരു ചെറിയൊരു പർട്ടിക്കുലർ കേസ് e/mx. e/mx എയും ഇയും എന്താ yn എന്താ വരിക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. m log
m log e whole raised to n into e raised to mx which is equal to m log e. What is log e? Log e എന്ന് പറഞ്ഞാൽ ln ആണ് കേട്ടോ. ഇതൊക്കെ ഈ log ആണെങ്കിൽ ഇത് ln ആണ് ശരിക്കും. log to the base e ആണ്. log to the base e ln ആണ്. log to the base e എന്ന് പറഞ്ഞാൽ എന്താ? ln ആണ്. നാച്ചുറൽ ലോഗരിതം e എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ m raised to n e raised to mx this is yn. അല്ലെങ്കിൽ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ചെയ്യാനേ ഉള്ളൂ. y ഈക്വൽ ടു e raised to mx ആണെങ്കിൽ നമുക്കറിയാം y1 എന്താ? e raised to mx into m. കാരണം e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x തന്നെ. അപ്പോൾ e raised to z ന്റെ e raised to z into z ന്റെ ഡെറിവേറ്റീവ് വരും. z ആണ് ആര്? mx. അപ്പോൾ z ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ mx ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ m. e raised to mx into m. y2 എന്താ വരിക? m കോൺസ്റ്റന്റ് അവിടെ നിൽക്കട്ടെ. e raised to mx into m ന്റെ ഡെറിവേറ്റീവ് mx ന്റെ ഡെറിവേറ്റീവ് m. സോ m സ്ക്വയർ e raised to mx. y2 is m square e raised to mx. In general, yn is equal to m raised to n e raised to mx. m raised to n e raised to mx. This is ഇനി നമുക്ക് വേറെ ഒന്ന് ചെയ്യാം. y equal to sin ax plus b. y equal to sin ax plus b. y equal to sin ax plus b. ഇത് നമ്മൾ എത്രാമത്തെ? അഞ്ചാമത്തെ. yn കാണണം, nth ഡെറിവേറ്റീവ് കാണണം. നോക്ക് y equal to sin ax plus b. So y1 is equal to sin of ax plus b ന്റെ ഡെറിവേറ്റീവ് എന്താ? cos of ax plus b into ax plus b യുടെ ഡെറിവേറ്റീവ് ആയ a. ഇതിനെ ഞാൻ എന്ത് എഴുതിയെന്ന് അറിയോ? a cos theta, that is a cos theta ആണിത്. a into cos theta. cos theta can be written as a into cos theta can be written as sin theta plus pi by 2. sin theta plus pi by 2. sin theta plus pi by 2 എന്താ? cos theta ആണ്. cos theta ആണ്. ഇതാണ് ഇവിടെ ഉപയോഗിച്ച്. അപ്പോൾ cos theta നെ cos ax plus b നെ ഞാൻ എന്ത് എഴുതി? sin ax plus b plus pi by 2. ഒന്നുകിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ sin a cos b plus cos a sin b എന്നുള്ള എക്സ്പാൻഷൻ ഉപയോഗിച്ചാലും ഇത് cos theta എന്ന് കിട്ടും. sin theta cos pi by 2. cos pi by 2 0, അത് 0 ആയിപ്പോയി. പ്ലസ് sin theta cos pi by 2 plus cos theta sin pi by 2. cos theta into sin pi by 2. sin pi by 2 1 ആണ്. cos theta into 1 എന്ന് വരും. അപ്പോൾ cos theta ആൻസർ കിട്ടും. അങ്ങനെയും ചെയ്യാം. എക്സ്പാൻഷൻ sin a plus b ന്റെ എക്സ്പാൻഷൻ sin a plus b എന്താ? sin a cos b plus cos a sin b. അത് വെച്ചിട്ട് ഇത് കിട്ടും. അല്ലെങ്കിൽ sin theta plus pi by 2 എന്താ? അത് ഓർത്ത് വെക്കാൻ അത് ആലോചിച്ചാൽ മതി. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ എന്നൊക്കെ ഉള്ള ഇതുണ്ടെങ്കിൽ ഇത് ശരിക്കും പ്ലസ് ടുവിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ച ഒരു സാധനമാണ്, ഒരു ഐഡന്റിറ്റിയാണ്. sin theta plus pi by 2 is cos theta. സോ ഇങ്ങനെ വന്നു y1 is equal to this എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ y2 എന്താ വരിക? അങ്ങനെയാണെങ്കിൽ then y2 is equal to a sin ax plus b plus pi by 2 ന്റെ ഡെറിവേറ്റീവ് എന്താ? a into sin ax plus b plus pi by 2 ന്റെ ഡെറിവേറ്റീവ് cos ax plus b plus pi by 2 into ax plus b plus pi by 2 ന്റെ ഡെറിവേറ്റീവ് a, which is equal to a square cos ax plus b plus pi by 2. ഇതാണ് y2. ഞാൻ ഇതിനെയും സൈനിലേക്ക് മാറ്റുന്നു. എന്തിനാ വെച്ചാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ. സൈനിനെയാണ് ഞാൻ എപ്പോഴും ഞാൻ സൈനിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുള്ളൂ, അല്ലാതെ കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യില്ല. സൈനിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന സാധനത്തിനൊക്കെ സൈനിലേക്ക് മാറ്റും. കോസിലും കിട്ടുമ്പോഴൊക്കെ അതിനെ സൈനിലേക്ക് മാറ്റും. സോ y2 ഈക്വൽ ടു നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എ സ്ക്വയർ കോസ് എക്സ് പ്ലസ് ബി പ്ലസ് പൈ ബൈ 2 എനിക്ക് ഇങ്ങനെ എഴുതാം. എ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റനെ ഞാൻ എന്ത് എഴുതിയാലോ? സൈൻ കോസ് തീറ്റ ഈ സൈൻ തീറ്റ പ്ലസ് പൈ ബൈ 2 sin ax plus b plus pi by 2 plus pi by 2. ഇത് വേറെ ഓക്കെ x plus b by 2 plus pi by 2 which is equal to a square sin ax plus b plus 2 pi by 2. ഇതിനെ പൈ എന്ന് എഴുതരുതേ, 2 pi by 2 എന്ന് എഴുതാം. This is y2. Therefore y3 is equal to, ഇപ്പോൾ ഇവിടെ therefore ആണ്, y3 is equal to a square sin a, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? a square into cos ax plus b plus 2 pi by 2 into ഈ ax plus b plus 2 pi by 2 ന്റെ ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് a, ബിൻ്റെ 0, ഇതിൻ്റെ 0, സോ a എന്ന് വരും. സോ
which is equal to a cube into cos ax plus b plus 2 pi by 2. So y3 is equal to this. Continuing like that. ഇനി നിങ്ങൾക്ക് ഇത് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യുക, y3 എങ്ങനെ വേണം എഴുതാം, a cube into sin ax plus b plus 2 pi by 2 plus pi by 2 3 pi by 2 എന്ന് എഴുതാം. എന്നാൽ ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ a raised to 4 cos x plus b plus 3 pi by 2. a cube into cos ഓക്കെ ഇതിനെനിക്ക് ഇങ്ങനെ എഴുതട്ടോ, y3 എനിക്ക് ഇങ്ങനെ എഴുതാം, a cube into cos ax plus b plus 2 pi by 2 എനിക്ക് sin ax plus p plus 2 pi by 2 plus pi by 2 3 pi by 2 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. ഈ കണ്ടിന്യൂ ലൈക്ക് ദാറ്റ് വി ഗെറ്റ് yn is equal to a raised to n into നമുക്ക് y3 ആകുമ്പോൾ എന്താ a raised to 3. സോ yn ആകുമ്പോൾ a raised to n sin ax plus b plus n pi by 2. This is the nth derivative of sin ax plus b. A raised to n into sin ax plus b plus n pi by 2. For example, sin 5x plus 6. ഇതിൻ്റെ ഈക്വൽസ് തേർഡ് ഡെറിവേറ്റീവ് y3 കാണണമെന്ന് വിചാരിക്കുക. y3 കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, y3 കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, y3 ഈസ് ഈക്വൽ ടു a ക്യൂബ് ഇൻറ്റു ഇതിൽ കൊടുത്താൽ മതി, a ക്യൂബ് ഇൻറ്റു സൈൻ 5x plus 6 plus 5x plus 6 plus n pi by 2 3 pi by 2 ഇങ്ങനെ വരും. ഇതാണ് ആൻസർ വരിക. a cube into sin 5x plus 6 plus 3 pi by 2. So sin theta plus 3 pi by 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് മൈനസ് കോസ് 5 pi by 6 എന്നാണ് വരിക. മൈനസ് a ക്യൂബ് കോസ് എത്ര ഇവിടെ 5 ക്യൂബാണ് വരിക. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര, 125 മൈനസ് 125 കോസ് 5x plus 6 എന്ന് വരും. തീറ്റ പ്ലസ് 3 pi by 2 ഞാൻ സൈൻ തീറ്റ പ്ലസ് 3 pi by 2 എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ എന്ന് വരും. കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് വരും. നോക്കിത് വേറെ രീതിയിൽ നമ്മൾ നേരിട്ട് ഡയറക്റ്റ് ചെയ്ത് നോക്കിയാൽ എന്താ വരിക, ഡയറക്റ്റ് ചെയ്താൽ എന്താ വരിക, y1 വരിക കോസ് 5x plus 6 into 5, y2 വരിക 5 into മൈനസ് സൈൻ സൈൻ 5x plus 6 into 5 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൾ ടു മൈനസ് 25 സൈൻ 5x plus 6. ഇതാണ് y2. y3 വരിക മൈനസ് 25 ഇൻറ്റു സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് 5x plus 6 into 5 എന്ന് വരും. അപ്പോൾ വരിക 5 ഇൻറ്റു മൈനസ് 25 മൈനസ് 125 കോസ് 5x plus 6. ഇതന്നെയല്ലേ ഇവിടെ കിട്ടിയ മൈനസ് 125 കോസ് 5x plus 6. So this is the answer. So a raised to n sin ax plus b plus n pi by 2 is the answer. Similarly നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നിങ്ങൾക്ക് y ഈക്വൾ ടു cos ax plus b നിങ്ങൾക്ക് ഹോംവർക്കാണ്. y ഈക്വൾ ടു cos ax plus b നിങ്ങൾ ചെയ്യുക. y ഈക്വൾ ടു cos ax plus b നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും a raised to n into cos ax plus b plus n pi by 2. തന്നെ ആൻസർ കിട്ടുക. ആൻസർ എന്താ വരുള്ളൂ, സൈനുള്ളിടത്ത് കോസ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. തന്നെ ആൻസർ കിട്ടുക. y ഈക്വൾ ടു cos ax plus b ആകുമ്പോൾ ഇത് കിട്ടും. ഇതൊക്കെ മാറും കേട്ടോ. ഇതൊക്കെ എങ്ങനെ മാറുക, y ഈക്വൾ ടു cos ax plus b ആകുമ്പോൾ y1 എന്താ വരിക, മൈനസ് സൈൻ ax plus b ഇൻറ്റു എ എന്ന് വരും. ഇനി മൈനസ് സൈൻ തീറ്റ നോക്ക്, കോസ് തീറ്റ പ്ലസ് പൈ ബൈ 2 എന്താ, മൈനസ് സൈൻ തീറ്റയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മൈനസ് സൈൻ തീറ്റനെ എന്തെന്ന് എഴുതുക, എ ഇൻറ്റു ദ y2 ഈസ് ഈക്വൽ ടു എ. ആദ്യം y1നെ തന്നെ ഞാൻ ഇങ്ങനെ എഴുതി, എ ഇൻറ്റു മൈനസ് സൈൻ എ എക്സ് പ്ലസ് ബിനെ ഞാൻ എന്ത് എഴുതിയെന്നറിയോ, കോസ് എ എക്സ് പ്ലസ് ബി പ്ലസ് പൈ ബൈ 2 എന്ന് എഴുതുക. കോസ് എ എക്സ് പ്ലസ് ബി പ്ലസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് സൈൻ തീറ്റയാണ്, മൈനസ് സൈൻ തീറ്റ. അപ്പം ഇങ്ങനെ വരും എ കോസ് എ എക്സ് പ്ലസ് ബി. പിന്നെയും കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മൈനസ് സൈൻ ആക്കുക.
എന്നിട്ട് അതിനെ കോസിലേക്ക് ആക്കുക, അങ്ങനെ ചെയ്തു പോവുക. അപ്പോൾ അതേപോലെ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ ശരിക്കും മനസ്സിലാക്കി ചെയ്താൽ ഇതാണ് ഉപയോഗിക്കേണ്ടത്. കോസ് തീറ്റ പ്ലസ് പൈ ബൈ 2 ഈസ് ഈക്വൾ ടു മൈനസ് സൈൻ തീറ്റ എന്ന കാര്യം ഉപയോഗിച്ചാൽ കോസ് എ എക്സ് പ്ലസ് ബിയുടെ nth ഡെറിവേറ്റീവ് നിങ്ങൾക്ക് കിട്ടും. a റൈസ് ടു n കോസ് തീറ്റ പ്ലസ് n പൈ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ.